ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ നമ്മളുടെ യാത്രയാണ് തിരുവനന്തപുരം യാത്ര. അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു പുതിയ വഴിയിലൂടെയൊക്കെയാണ് പോയത്. തീരദേശം വഴി. തീരദേശ പാതകളെല്ലാം നല്ല ടാറിട്ട റോഡ്, നല്ല ഗട്ടറും ഒന്നുമില്ലാതെ നല്ല റോഡായിട്ട് എല്ലാം പണി തീർന്ന് കിടക്കുന്നു. നല്ല വെയിലൊക്കെ ആയിരുന്നു. നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോകാൻ പറ്റി. വഴിയോര കാഴ്ചകളാണ് ഇതെല്ലാം. മനോഹരമായ കായലും കടലും എല്ലാം കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു യാത്ര. ഇത് ഒരു കനാലാണ്. അഞ്ചുതെങ്ങിൻ്റെ ആ ഭാഗത്തെത്തിയപ്പോൾ താഴോട്ട് കനാൽ കുഴിച്ച് കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. മഴ പെയ്തപ്പോൾ ഇടിഞ്ഞതാകാം. ഇതൊരു പുതിയ വഴിയാണ്. അതിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ വഴി വന്നത്. വഴി നല്ല പേടിയാകും. രണ്ട് സൈഡും നല്ല ആഴത്തിലുള്ള കുഴി ഒക്കെയാണ്. കണ്ട ഈ നൂല് പോലെയുള്ള ഈ പാതയിലൂടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇടത് സൈഡിൽ കണ്ട കനാലാണ്. പേടിക്കും. നല്ല കുഴി. ഇത് ഉയരത്തിലൂടെ ഒരു നൂല് പോലെയുള്ള ഒരു വഴിയിലൂടെ ഇങ്ങനെ റിസ്കി യാത്രയാണ്. നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. കാടൊക്കെയാണ് രണ്ട് സൈഡ്. നല്ല കനാലും കായലും അതുപോലെ തന്നെ കടലും ഇതെല്ലാം ചേർന്ന തീരദേശ പാതയാണ്. ഇതെവിടെ ചെന്നിറങ്ങുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ എത്തിയത് ഇവിടെയാണ്. ഇവിടം വരെ അങ്ങോട്ടൊക്കെ കായലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ തിരിഞ്ഞു. ഇവിടെ ഒരു താഴെ ഒരു തടാകം പോലെയാണ് കാണുന്നത്. ഒരു കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടുന്ന് തിരിഞ്ഞ് മുകളിലുള്ള ആ മേൽപ്പാലം കയറി പോകുമ്പോഴാണ് കറക്റ്റ് റോഡെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടിട്ട് തിരിഞ്ഞ് പോവുകയാണ്. വഴി ഇടത് സൈഡിൽ കണ്ട സൂപ്പറാണ്. കനാലിൻ്റെ ആണോ തടാകമാണോ കായലാണോ എന്ന് നോക്കൂ. കണ്ട അങ്ങനെ ഞങ്ങൾ മേൽപ്പാലത്തിലൂടെയുള്ള സുന്ദരമായിട്ടുള്ളൊരു പാതയാണിത്. രണ്ട് സൈഡും കായലും കടലും. കണ്ട ഒരു പാലം കാണുന്നു. ആ കനാലിന് മുകളിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാതയാണ്. പാലം പോലെയുണ്ട്. ഉഗ്രൻ വ്യൂ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതുവഴി വരുന്നത്. മുൻപ് താന്നി വഴിയുള്ള തീരദേശ യാത്ര ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കടന്നു വന്നത് വേറൊരു വഴിയാണ്. അങ്ങനെ ആ വഴിയിലൂടെ വന്ന് ഞങ്ങൾ ഇപ്പോൾ അഞ്ചുതെങ്ങ് ആ ഫോർട്ടിൻ്റെ അവിടെ എത്തി. ഈ വലത് സൈഡിലായിട്ട് ഇപ്പോൾ കാണാം. ഫോർട്ടാണ് കാണുന്നത്. വലത് സൈഡിലായിട്ട് കാണുന്നത്. ഇങ്ങനെ മാത്രമേ കിട്ടിയുള്ളൂ വീഡിയോ. പെട്ടെന്നങ്ങ് പാസ് ചെയ്ത് പോയത് കൊണ്ട് ഈ വലത് സൈഡിലെല്ലാം കടലാണ്. തീരദേശ റോഡാണ്. നല്ല സൂപ്പർ റോഡാണ്. നമുക്ക് നല്ല ഇതെല്ലാം കണ്ട് നല്ല സ്പീഡിനങ്ങ് പോകാൻ പറ്റിയ ഒരു റോഡാണ്. ഇടിഞ്ഞ് പൊളിഞ്ഞൊന്നും കിടപ്പില്ല. ഇത് നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ട പ്ലാവാണ്. വിയറ്റ്നാം പ്ലാവ്. ഈ നഴ്സറികളിലൊക്കെ കൊണ്ടുവന്ന് നടാനായിട്ട് വെച്ചിരിക്കുന്ന, വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്ലാവിൻ തൈ വാങ്ങിക്കൊണ്ട് വന്ന് നട്ടതാണ്. കുറേ ചക്കയൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഇത് ഞാൻ കാണിച്ചതിന് കാര്യമുണ്ട്. ഇത് ഇപ്പോൾ ലോക പരിസ്ഥിതി ദിനമല്ലായിരുന്നോ, ജൂൺ 5. അന്ന് എല്ലാവരും ഇതുപോലെയുള്ള പ്ലാവൊക്കെ കൊണ്ട് നടട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.